ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ എക്സാമിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? കൂട്ടുകാരുടെ എക്സാം ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും കാണുക. ഇവിടെ നോക്കിയാൽ അറിയാം, മലയാളം ചോദ്യം പേപ്പറാണ്. അതുപോലെ തന്നെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെയോ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാൻ ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായി കൂട്ടുകാർ എഴുതണം കേട്ടോ. ഇനി നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കൂ കൂ. കൂമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. അമ്മക്കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിൻ്റെ വാതിൽക്കൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ തൊട്ടടുത്ത പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ, വെള്ളം പളുങ്കുമണികൾ പോലെ, തെങ്ങോലകൾ കാറ്റത്ത് ഇളകിയാടുന്നു. ഏതു നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞിക്കിളി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. കൂട്ടുകാരെ, ഒരു കഥ വായിച്ചില്ലേ? വായിച്ചു അല്ലേ? ഇനി കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ കഥയിൽ നിന്ന് അവയുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി എഴുതണം. ഈ ചോദ്യം കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഒന്നുകിൽ ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ വിവരണമോ എന്തെങ്കിലും കൂട്ടുകാർക്ക് തന്നിരിക്കും. അത് വായിച്ചതിന് ശേഷം കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിരിക്കും. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഭാഗത്തിൽ നിന്ന് കണ്ടെത്തി കൂട്ടുകാർ എഴുതണം. അപ്പം നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഥ വായിച്ചില്ലേ കൂട്ടുകാരെ? താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. എഴുതിക്കോളൂ. 1. കുഞ്ഞിക്കുരുവി ഞെട്ടിയുണരാൻ കാരണം എന്താണ്? എന്താണ് കൂട്ടുകാരെ? അതെ, കൂമൻ്റെ നീട്ടിയുള്ള കൂവൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. എങ്ങനെയാ കൂമൻ വിളിച്ചത്? കൂ കൂ. രണ്ടാമത്തെ ചോദ്യം, നിലാവ് കണ്ടിട്ട് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? അതെ, പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെയാണ് കുഞ്ഞിക്കുരുവിക്ക് തോന്നിയത്. മൂന്നാമത്തെ ചോദ്യം, തൻ്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്? അതെ, നിലാവുള്ള രാത്രി അല്ലേ കൂട്ടുകാരെ? അതെ. നാലാമത്തെ ചോദ്യം, ഭംഗി എന്നർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. കൂട്ടുകാർ വായിച്ചില്ലേ? വായിച്ചു. ആ പദം ഏതാണ്? അതെ, ചന്തം. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, കഥയ്ക്ക് ഒരു തലക്കെട്ട് തയ്യാറാക്കാം. എഴുതി നോക്കൂ. നിലാരാത്രി. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 2, സംഭാഷണം എഴുതാം. വലയിലകപ്പെട്ട എലിയും സിംഹവും തമ്മിൽ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാകാം. സംഭാഷണം പൂർത്തിയാക്കി എഴുതാമോ കൂട്ടുകാരെ? ഇവിടെ ചിത്രം നോക്കിയേ. സിംഹരാജൻ വലയിലകപ്പെട്ട് കിടക്കുകയാണല്ലോ. ഒരു കുഞ്ഞനെലിയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ഇവർ തമ്മിൽ നടക്കാനിടയാകുന്ന സംഭാഷണം എന്തൊക്കെയായിരിക്കും? നോക്കാം. എലി പറയുകയാണ്, രാജാവേ, എന്തു പറ്റി? സിംഹം, ഞാൻ ഈ വലയിൽ അകപ്പെട്ടു പോയി. കുഞ്ഞനെലി, എങ്ങനെ? സിംഹം, ഞാൻ ആഹാരം തേടി വരികയായിരുന്നു. അപ്പോഴാണ് വേട്ടക്കാർ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ വലയിൽ കുടുങ്ങിയത്. എലി, ഞാൻ എങ്ങനെ രക്ഷിക്കാം? സിംഹം, നീ ചെറിയ മൃഗമല്ലേ, നിനക്കെങ്ങനെ എന്നെ രക്ഷിക്കാൻ കഴിയും? എലി, ഞാൻ വല കടിച്ചു മുറിക്കാം സിംഹരാജാവേ. സിംഹം, നീ ശ്രമിച്ചു നോക്കൂ. എലി, ശരി. അപ്പോൾ കൂട്ടുകാർക്ക് അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ഒരു സംഭാഷണം എഴുതാനായിരിക്കും. ആദ്യത്തെ ഒരു ലൈൻ കൂട്ടുകാർക്ക് വേണ്ടി തന്നിരിക്കും. ബാക്കി കൂട്ടുകാരെന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം.
പ്രവർത്തനം 3. കളി വിവരണം. നിങ്ങൾക്ക് പരിചിതമായ ചില കളികളുടെ ചിത്രങ്ങളാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. കളികളുടെ പേരുകൾ ചിത്രത്തിന് താഴെ എഴുതാമോ? എഴുതിക്കോളൂ. ആദ്യം കാണുന്ന കളി ഏതാണ് കൂട്ടുകാരെ? എന്താണ് ചിത്രത്തിൽ കൂട്ടുകാർ കാണുന്നത്? കുറേ കോളങ്ങളും അതിൽ കുറേ അക്കങ്ങളും ഏണിയും പാമ്പും ഒക്കെ കാണാമല്ലേ? അപ്പോ ഈ കളിയുടെ പേരെന്താ? അതെ, ഏണിയും പാമ്പും. രണ്ടാമത് നോക്കിയേ, 2 കൂട്ടുകാർ അപ്പുറം ഇപ്പുറം ഇരുന്ന് കളിക്കുകയാണല്ലോ. എന്ത് കളിയാണത്? അതെ, ചെസ് ആണല്ലേ. അടുത്ത് നോക്കിയേ, ബാറ്റും ബോളും ഒക്കെ ആയിട്ട് ഒരു കൂട്ടുകാരൻ കളിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരെന്താ? ക്രിക്കറ്റ്. അടുത്ത് നോക്കിയേ കൂട്ടുകാരെ, ഒരു ഫുട്ബോൾ തട്ടി കൂട്ടുകാരെല്ലാം കൂടെ കളിക്കുകയാണല്ലേ. അപ്പോൾ കളിയുടെ പേരെന്താ? ഫുട്ബോൾ. കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കി നോക്കിയേ. തയ്യാറാക്കാം. ചെസ്. 2 പേർ തമ്മിൽ കളിക്കുന്ന ഒരു മനോഹരമായ കളിയാണ് ചെസ്. 2 നിറങ്ങളിലുള്ള കരുക്കൾ ഉപയോഗിച്ച് ചെസ് കളത്തിലാണ് ഇത് കളിക്കുന്നത്. ഓരോ വശത്തും 8 വീതം എന്ന രീതിയിൽ സമചതുരാകൃതിയിലുള്ള 64 ചെറിയ കളങ്ങൾ നിറഞ്ഞതാണ് ചെസ് കളം. കളി ആരംഭിക്കുമ്പോൾ ഓരോ കളിക്കാരനും 16 കരുക്കൾ വീതം ഉണ്ടായിരിക്കും. ചെസ് കരുക്കൾ എതിർ കളിക്കാരൻ്റെ രാജാവിനെ ചെക്ക്മേറ്റ് ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എതിരാളിയുടെ ഓരോ കരുക്കളും നീങ്ങുന്നത്. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 4. വരികൾ കൂട്ടിച്ചേർക്കാം. കുഞ്ഞിക്കുരുവിക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ കൊതിയായി. അവൾ കൂടുവിട്ട് പുറത്തേക്ക് പറന്നു. ഹായ്, എത്ര മനോഹരം! കതിരണിഞ്ഞ പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ, പുഴയിലെ കുഞ്ഞോളങ്ങൾ, പച്ചപുതച്ച കുന്നുകൾ, പൂവുകൾ, പൂമ്പാറ്റകൾ. കുഞ്ഞിക്കുരുവി കണ്ട കാഴ്ചകളെ കവിതയാക്കാമോ? കവിതയാക്കി നോക്കിയേ കൂട്ടുകാരെ. കവിതയ്ക്കൊരു തലക്കെട്ടും കൊടുക്കണേ. എഴുതിക്കോളൂ. ഇവിടെ 4 വരി കൂട്ടുകാർക്ക് വേണ്ടി തന്നിട്ടുണ്ട്. പാടാം. കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ടു പറക്കുന്നേ, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ കാഴ്ചകൾ പലതും കാണുന്നേ. അടുത്ത് നോക്കാം. കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ടു പറക്കുന്നേ, കുഞ്ഞോളങ്ങൾ കുന്നുകളും പൂവുകൾ പൂമ്പാറ്റകളും. കാഴ്ചകൾ കാണാൻ എന്തൊരു ഭംഗി, കാഴ്ചകൾക്കെന്തു ഭംഗി. ഇതുപോലെ കൂട്ടുകാരും വരികൾ ചേർത്ത് എഴുതി നോക്കിയേ. പ്രവർത്തനം 5. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ചിത്രം കണ്ടപ്പോൾ തന്നെ കൂട്ടുകാർക്ക് ആരുടെ ജീവചരിത്രക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആരുടേതാണ്? അതെ, നമ്മുടെ സ്വന്തം ബാപ്പുജി. ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠഭാഗം കൂട്ടുകാർ പഠിച്ചില്ലേ? താഴെ തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ഗാന്ധിജിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയാലോ? തയ്യാറാക്കാം. എന്തൊക്കെ സൂചനകളാണ് തന്നിരിക്കുന്നത്? നോക്കൂ. ബാപ്പുജിയുടെ സമരരീതി എങ്ങനെയായിരുന്നു? അഹിംസാപരമായതായിരുന്നു അല്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. പ്രധാന സമരങ്ങൾ എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവുമാണ്. മരിച്ചത് എപ്പോഴാ? 1948 ജനുവരി 30-നാണ്. ഭാര്യ കസ്തൂർബ ഗാന്ധി, മാതാവ് പുത്ലിഭായ് ഗാന്ധി, പിതാവ് കരംചന്ദ് ഗാന്ധി. മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം ജനിച്ചത് 1969 ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം. ഇനി നമുക്ക് ജീവചരിത്രക്കുറിപ്പ് എഴുതാം. എഴുതിക്കോളൂ. 1869 ഒക്ടോബർ 20-ന് ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെ മകനായാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് യഥാർത്ഥ പേരെങ്കിലും പ്രവർത്തികളിലൂടെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയായി, കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജിയായി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ. 1948 ജനുവരി 30-ന് അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്കും ഇതുപോലെ ഏതെങ്കിലും സാഹിത്യകാരന്മാരുടെയോ അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കന്മാരുടെയോ ഒക്കെ ജീവചരിത്രക്കുറിപ്പ് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ സൂചനകളൊക്കെ കൂട്ടുകാർക്ക് തന്നിരിക്കും. അത് നോക്കി കൂട്ടുകാർ എഴുതിയാൽ മാത്രം മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6. ആശംസാ കാർഡ് തയ്യാറാക്കാം. കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ ചോദ്യം. മാളവും മുത്തും ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. കൂട്ടുകാർക്ക് നൽകാനായി അവർ ആശംസാ കാർഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു.
നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കിയല്ലോ കൂട്ടുകാരെ. ചിത്രങ്ങൾ വരച്ച് നിറം നൽകി മനോഹരമാക്കണേ. അപ്പോൾ നമുക്ക് ആശംസാ കാർഡ് തയ്യാറാക്കാം. നോക്കൂ, ഹായ്, എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ. അതെ, ഇതുപോലെ കൂട്ടുകാരും ആശംസാ കാർഡ് തയ്യാറാക്കി മനോഹരമായ നിറങ്ങൾക്കൊക്കെ കൊടുത്ത് മനോഹരമാക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്